To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററാണ്. നമുക്കിനി കിഡ്നി ഫങ്ഷൻ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കിഡ്നിയിൽ എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഒന്ന്, അത് എക്സ്ക്രീറ്ററി വേസ്റ്റായ യൂറിയയും കുറച്ച് യൂറിക് ആസിഡിനെയും പുറന്തള്ളുന്നു. അതേസമയം മറ്റൊരു ഫംഗ്ഷനാണ് ഓസ്മോ റെഗുലേഷൻ. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ pHഉം അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ വാട്ടർ ലെവലിനെ ക്രമീകരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലാംശം പുറത്തു പോയാൽ അത് നമുക്ക് അപകടകരമാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയും, നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അതേസമയം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തു പോകാതിരുന്നാലോ, അത് ഇഡിമ എന്നൊരു കണ്ടീഷൻ, അതായത് നീര് വന്ന് വീർക്കും ബോഡി. ഒപ്പം തന്നെ ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. കാരണം ബ്ലഡിൽ കൂടുതൽ വെള്ളം കെട്ടിയിരുന്നാൽ വോളിയം കൂടുകയാണ് അല്ലേ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബ്ലഡ് പ്രഷറും ഹൈ ആക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും വരാതെ പ്രോപ്പറായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്തുന്നത് ആരാണ്? നമ്മുടെ കിഡ്നിയാണ്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഒരേപോലെ ശരിയായിരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ ചിലപ്പോൾ വാട്ടർ കുറച്ച് നമ്മുടെ ശരീരത്തിൽ പിടിച്ചു വെക്കാം, ചില സമയം എക്സസ് വാട്ടർ പോകാം. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ നിയന്ത്രണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് അല്പം ഡിഫിക്കൽട്ടാണ്, പക്ഷെ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആദ്യമായിട്ട് ഡയൂറസിസ് എന്ന കണ്ടീഷൻ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡൈല്യൂട്ട് യൂറിൻ, ഡൈ മീൻസ് ഡൈല്യൂട്ട്, യൂറിസിസ് ഡൈല്യൂട്ട് യൂറിനാണ് പുറത്തു പോകുന്നത്. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടോണിക്, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഹൈപ്പോട്ടോണിക് യൂറിൻ പുറത്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ജലാംശം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ആരാണ് നമ്മുടെ ബ്രെയിനിനെ അറിയിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ബ്രെയിനാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ അത് അറിയിക്കേണ്ട ചുമതല ആർക്കുണ്ട്? റിസപ്റ്റേഴ്സിനുണ്ട്. ഈ നെർവ് എൻഡിങ്സിലെ റിസപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. പല റിസപ്റ്റേഴ്സും പല ഓർഗൻസിലും ഉണ്ട്. അവ അതിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാരന്മാരെ പോലെ വർക്ക് ചെയ്യാണ്. അവരിതെല്ലാം കണ്ട് മനസ്സിലാക്കി അപ്പോഴപ്പോഴും ബ്രെയിനിന് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ, അതായത് കിഡ്നിയുടെ ഭാഗത്ത് എസ്പെഷ്യലി ബ്ലഡ് വോളിയം കൂടുകയാണ്, അതായത് ബ്ലഡിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് വോളിയം, അതായത് ടിഷ്യൂസിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയോണിക് കോൺസെൻട്രേഷൻ വ്യത്യാസം വരികയാണെങ്കിൽ, ഇതൊക്കെ ആവുമ്പോൾ നമ്മുടെ റിസപ്റ്റേഴ്സ് ഉണ്ട് കിഡ്നിയിൽ. അവരുടെ പേരാണ് ഓസ്മോ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇതിലെല്ലാം ഓസ്മോലാരിറ്റിയിലാണ് ചേഞ്ച് വരുന്നത്. ഉടനെ ഈ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് അവർ ഉടനെ ഹൈപ്പോതലാമസിൻ്റെ അടുത്ത് അറിയിക്കും, ഇവിടെ കുറച്ച് വെള്ളം എക്സസ് പോകുന്നുണ്ട് കേട്ടോ എന്ന്. അതായത് ഡയൂറസിസിൻ്റെ സമയത്ത്, ഞാനിപ്പോൾ ഡയൂറസിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് യൂറിൻ പോകുന്ന സമയത്ത് ഇവരുടനെ ഹൈപ്പോതലാമസിനെ അറിയിക്കും. അപ്പോൾ ഹൈപ്പോതലാമസ് എന്താ ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആക്ച്വലി ഒരു ബ്രെയിനിൻ്റെ പാർട്ടാണ്. ഈ ഹൈപ്പോതലാമസിന് രണ്ട് ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് വാസോപ്രസിൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ADH. ADH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഡയൂറസിന് ആൻറ്റി മീൻസ് എന്താ? എതിരായിട്ട്. ഇപ്പോൾ ഡയൂറസിസ് നടക്കുമ്പോൾ അതിനെ നിർത്താൻ വേണ്ടിയിട്ട് ഏത് ഹോർമോൺ വേണം? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അതിൻ്റെ മറ്റൊരു പേരാണ് വാസോപ്രസിൻ. ഇനിയുള്ള ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. അത് ബർത്ത് ഹോർമോണാണ്. അത് ഇപ്പം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഹൈപ്പോതലാമസിന് ഈ ഹോർമോൺസ് ഉണ്ടാക്കാമെങ്കിലും അതിനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈപ്പോതലാമസ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കൊടുക്കും. എന്നിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ് അതിനെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഓസ്മോ റിസപ്റ്റേഴ്സ് കൊടുത്ത ഉടനെ നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ പിറ്റ്യൂട്ടറി ന്യൂറോ ഹൈപ്പോഫൈസിസ് അഥവാ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയോട് പറയും, ഓക്കെ ഞാൻ തന്നതെന്നുള്ള ആ ADH അങ്ങ് സെക്രീറ്റ് ചെയ്തേ എന്ന് പറയും. അപ്പോൾ ഉടനെ നമ്മുടെ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? ADHനെ പുറത്തു വിടും. ഈ ADH നേരെ കിഡ്നിയിലെത്തും. അവിടെ ചെന്നിട്ട് നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ടല്ലോ, ആ സൈഡിൽ വെച്ചിട്ട് കൂടുതൽ വെള്ളത്തിനെ തിരിച്ചിങ്ങെടുക്കും യൂറിൻ്റെ ഫിൽട്രേറ്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ കൂടുതൽ വെള്ളം തിരിച്ചെടുക്കുമ്പോൾ യൂറിൻ കോൺസെൻട്രേഷൻ
കൂടും. നമ്മൾ ആ കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, കൗണ്ടർ കറന്റ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ കൂടുതൽ വെള്ളത്തിനെ തിരിച്ച് അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോൾ ഈ റീഅബ്സോർപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, PCT നടക്കുന്നത് ഓബ്ലിഗേറ്ററി റീഅബ്സോർപ്ഷൻ ആണ്, അതേസമയം DCT എന്താണ്, കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. ഇവിടെ അതാണ് നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തിരിച്ച് നമ്മൾ വെള്ളം വലിച്ചെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൂയിഡ് വോളിയം സെല്ലിനകത്ത് കൂടും, അല്ലെങ്കിൽ ടിഷ്യൂവിനകത്ത് ഫ്ലൂയിഡ് കൂടുമ്പോൾ ഈ റിസപ്റ്റേഴ്സിന് മനസ്സിലായി ഓക്കെ എല്ലാം ഓക്കെ ആയിന്ന്. ഉടനെ അതിന് തിരിച്ച് ബ്രെയിനിന് മെസ്സേജ് കൊടുക്കണം, ആ സാറേ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ, എല്ലാം ഓക്കെയാണ് എന്ന് പറയും. അപ്പോൾ ഹൈപ്പോതലാമസ് പറയും എന്നാൽ ഇനി വാസോപ്രസൻ നിർത്തിക്കോ. കാരണം എന്താ, ഏത് ഹോർമോണും കണ്ടിന്യൂസ് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അത് നോർമൽ ലെവലിൽ വന്നിട്ട് അത് വീണ്ടും ഒരു ഡേഞ്ചറസ് ലെവലിലേക്ക് പോകും അല്ലേ. ഇപ്പോൾ ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും, പക്ഷേ അത് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങ് കുറഞ്ഞു പോകും, അത് പാടില്ല. ഇവിടെയും വാസോപ്രസിൻ എന്ത് ചെയ്യും, വെള്ളത്തിനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും, എപ്പോൾ നിർത്തണമെന്ന് അതിനറിയില്ല. അപ്പോൾ ഹൈപ്പോതലാമസിൽ ഈ റിസപ്റ്റേഴ്സ് മെസ്സേജ് കൊടുക്കും, ഓക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറയുമ്പോൾ എന്ത് പറ്റും, ഹൈപ്പോതലാമസ് അതിനെ തിരിച്ച് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഈ ഓസ്മോ റെഗുലേറ്റേഴ്സിനെ നമ്മൾ തൽക്കാലത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യും, അതിൻ്റെ സിഗ്നൽസ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ADH സെക്രീഷൻ ഹൈപ്പോതലാമസിൽ നിന്ന് സ്റ്റോപ്പ് ആവും. ഇനി ADH മറ്റൊരു രീതിയിലും കൂടി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു മെത്തേഡാണ് DCTയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിനെ കുറച്ചും കൂടി കൺസ്ട്രിക്ട് ചെയ്യും. ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ബ്ലഡ് പ്രഷർ കൂടും അല്ലേ. പ്രഷർ കൂടുമ്പോൾ കൂടുതൽ GFR അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരാൻ. അപ്പോൾ രണ്ട് രീതിയിലാണ് ഡയൂറസിസ് നടക്കുന്ന സമയത്ത് ഓസ്മോ റിസപ്റ്റേഴ്സ് ഹൈപ്പോതലാമസിന് മെസ്സേജ് കൊടുക്കും. ഹൈപ്പോതലാമസ് ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓഫ് പിറ്റ്യൂട്ടറി വഴി എന്ത് ചെയ്യും, ADHനെ സെക്രീറ്റ് ചെയ്യും. ADH ഡിസ്റ്റൽ പാർട്ടിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഫ്ലൂയിഡ് വോളിയം കൂടും, അത് നമ്മുടെ റിസപ്റ്റേഴ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ADH സെക്രീഷൻ സപ്രസ് ചെയ്യും. അതുകൂടാതെ ADH വാസോ കൺസ്ട്രിക്ടറായിട്ട് ആക്ട് ചെയ്ത് കൂടുതൽ ബ്ലഡ് പ്രഷർ കൊണ്ട് കൂടുതൽ സ്ക്വീസിങ് നടത്തി ഫിൽട്രേറ്റ് എമൗണ്ട് കൂടും, അതായത് GFR കൂടും. അങ്ങനെയും ഫ്ലൂയിഡിൻ്റെ അളവ് കൂട്ടിയെടുക്കും. ഇനി കിഡ്നിയുടെ ഫംഗ്ഷന് മറ്റൊരു റെഗുലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം GFR എന്താണെന്ന്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഫിൽട്രേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 125 ml ആയിരിക്കണം അല്ലേ. അത് കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നെഫ്രോണിന് തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. അത് JGA എന്ന് പറയും, അതായത് ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഈ ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ അഫെറന്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും കൂടി ചേർന്നുണ്ടായിരിക്കുന്ന ഒരു അപ്പാരറ്റസുമാണ്. അവിടെ എന്ത് സെൽസ് ഉണ്ട്, ജക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഉണ്ട്. സോ എപ്പോഴെങ്കിലും GFR ഫോൾ ആവുകയാണെങ്കിൽ, താഴോട്ട് വരികയാണ്, അതായത് 125 സെക്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറ്റും, JG സെൽസ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. ഈ ആക്ടിവേറ്റഡ് JG സെൽസ് ഒരു ഹോർമോൺ ഉണ്ടാക്കും, അതിൻ്റെ പേരാണ് റെനിൻ. നിങ്ങൾ ഈ റെനിൻ എഴുതുമ്പോൾ RENIN തന്നെ എഴുതണം, അതാണ് ഹോർമോൺ. എന്തുകൊണ്ടെന്നാൽ RENNIN റെനിൻ എന്നൊരു എൻസൈം ഉണ്ട്. അത് കുഞ്ഞു കുട്ടികളിലൊക്കെ മിൽക്കിൻ്റെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈമാണ്. നമുക്ക് വലിയ ആളുകളിൽ അത് ഇല്ല. ഇനി ഈ ഹോർമോൺ റെനിൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ആൻജിയോടെൻസിനോജൻ എന്നൊരു പദാർത്ഥത്തെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നു. ഈ ആൻജിയോടെൻസിൻ 1 ആക്കിയിട്ട് തൃപ്തിയായില്ല, പോരാ, എനിക്ക് ഇനിയും ചെയ്യണം. എന്ത് ചെയ്യും, ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും. ഇനി ആൻജിയോടെൻസിൻ 2, നമ്മൾ നേരത്തെ വാസോപ്രസിന് 2 ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആൻജിയോടെൻസിൻ 2നും 2 ആക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ജോലി എന്താണ്, GFR കുറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് GFR കൂട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ഈ ആൻജിയോടെൻസിൻ 2 ഡയറക്റ്റ്ലി പോയിട്ട് നമ്മുടെ ഗ്ലോമറൂലസിലെ ക്യാപ്പിലറീസിനെ വാസോ കൺസ്ട്രിക്ടറായിട്ട് ആക്ട് ചെയ്യും. വാസോ കൺസ്ട്രിക്ടർ എന്ന് വെച്ചാൽ കൺസ്ട്രിക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചുരുക്കുക. വാസോ മീൻസ് ബ്ലഡ് വെസൽ, ബ്ലഡ് വെസലിനെ ചുരുക്കുക. ബ്ലഡ് വെസലിനെ ചുരുക്കുമ്പോൾ എന്ത് പറ്റുന്നത്, ഒരു സ്ക്യൂസിങ് ഇഫക്റ്റ് നടന്നിട്ട്, അതായത് പ്രഷർ കൂടും അല്ലെ, ചുരുക്കുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ അത് കൂടുതൽ അരിച്ചു വരും. അതായത് നമ്മളൊക്കെ സാധാരണ ഇപ്പം ജ്യൂസ് എങ്ങനെ മിക്സറിൽ അടിച്ചെന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ആദ്യം അരിക്കുമ്പോൾ എല്ലാം താഴെ വരും.
താഴെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒത്തിരി ആ ഒരു കണ്ടന്റ് അതിൽ ഇപ്പോഴും അരിപ്പിൽ നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ജ്യൂസ്, മാക്സിമം ജ്യൂസ് നമ്മൾ അതിൽ നിന്ന് താഴേക്ക് എടുക്കുന്നു. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ചില ആൾക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തേങ്ങ ഈ തുണിയിൽ കെട്ടി, തോർത്തിൽ തുണിയിലൊക്കെ കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കും. ഈ സദ്യക്കൊക്കെ അവർ പുതിയ തോർത്ത് വാങ്ങിച്ചിട്ട് അതിലാണ് അവർ പിഴിഞ്ഞെടുക്കുന്നത്, അത്രയും തേങ്ങാപ്പാൽ വരാൻ വേണ്ടിയിട്ട്. വെറുതെ ഒരു സ്ട്രെയിനർ വെച്ച് ഒഴിച്ചാലൊന്നും മാക്സിമം കിട്ടില്ല അല്ലേ. അപ്പോൾ അതങ്ങ് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഇവിടെയും GFR കുറയുമ്പോൾ എന്ത് പറ്റും, ആൻജിയോടെൻസിൻ 2 ചെന്നിട്ട് വാസോ കൺസ്ട്രിക്ഷൻ ചെയ്യും, ബ്ലഡ് പ്രഷർ കൂടും, അപ്പോൾ കൂടുതൽ GFR വരും. ഇനി അതുകൂടാതെ വേറൊരു പരിപാടിയും കൂടിയുണ്ട്. ഈ ആൻജിയോടെൻസിൻ 2 നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് ഉണ്ട്. അഡ്രീനൽ ഗ്ലാൻഡിനും കോർട്ടെക്സും മെഡിലുണ്ട്, കിഡ്നി പോലെ. ആ കോർട്ടെക്സിനോട് പറയും നിങ്ങൾ ഇത്തിരി ആൾഡോസ്റ്റിറോൺ ഒന്ന് സെക്രീറ്റ് ചെയ്യാൻ. ഈ ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഒരു മിനറലോ കോർട്ടിക്കോയിഡ് ഹോർമോണാണ്. ഈ ആൾഡോസ്റ്റിറോൺ എന്ത് ചെയ്യും, അത് വന്നിട്ട് സോഡിയവും വാട്ടറും ഡിസ്റ്റൽ പാർട്ടിൽ നിന്ന് കൂടുതലായിട്ട് വീണ്ടും അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് എങ്ങോട്ടാണ് പോകുന്നത്, ഈ അബ്സോർബ് ചെയ്യുന്ന റീഅബ്സോർബ് ചെയ്യുന്ന ബ്ലഡിലോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, ബ്ലഡ് വോളിയം കൂടി ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്വീസിങ് ഇഫക്റ്റും കൂടും അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലാണെങ്കിലും ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്തിട്ടാണെങ്കിലും വാട്ടർ കൂടുതൽ റീഅബ്സോർബ് ചെയ്തിട്ടാണെങ്കിലും പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ കൺസ്ട്രിക്ഷൻ മീൻസ് സ്ക്വീസിങ് കൂടി കൂടുതൽ ഫിൽട്രേറ്റ് കിട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അപ്പോൾ ഇവിടെ നോർമൽ ആവുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ കണ്ടു ആൾഡോസ്റ്റിറോണിൻ്റെ കാര്യത്തിൽ അത് നോർമലായ സമയത്ത് അതിന് സിഗ്നൽ ഹൈപ്പോതലാമസിലെത്തിയത്, നമ്മുടെ ഓസ്മോ റിസപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ ആ സിഗ്നൽ വേണം എന്നുള്ള സിഗ്നൽ പോകാത്തത് കൊണ്ട് ഹൈപ്പോതലാമസ് ADHനെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം അല്ലേ. അപ്പോൾ അത് ചെയ്യുന്നത് മറ്റൊരു സിസ്റ്റമാണ്, നമ്മുടെ ഹാർട്ടാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂട്ടി വെക്കുമ്പോൾ ഈ കിഡ്നിയിൽ നിന്നുള്ള ബ്ലഡ് ഇറങ്ങിയിട്ട് റീനൽ വെയിനിൽ നിന്ന് വന്നിട്ട് അത് വീനക്കാവേ ചെന്നിട്ട് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഹാർട്ടിൽ നോക്കുമ്പോൾ ഏട്രിയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു, കാരണം പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഹാർട്ട് വിചാരിക്കുന്നത് അങ്ങനെ പാടില്ലല്ലോ, ഇങ്ങനെ പ്രഷറൊന്നും കൂടാൻ പാടില്ല നമ്മുടെ ബോഡിയിൽ അല്ലേ. ഓക്കെ, ഒരു അത്യാവശ്യ സമയത്ത് അത് സ്ക്യൂസ് ചെയ്തു, GFR കൂട്ടി, നമ്മുടെ കാര്യങ്ങൾ നടന്നു. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമ്മളുടെ ശരീരത്തിന് അത് ഡാമേജിങ് ആണ്. അപ്പോൾ ഉടനെ ഹാർട്ട് വിചാരിക്കും അയ്യോ ഇതിനെ എപ്പോഴെങ്കിലും ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും, ഹാർട്ട് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് ANF. ANF എന്ന് പറയുന്നത് ഏട്രിയൽ നേട്രി യൂററ്റിക് ഫാക്ടർ എന്നാണ്. എന്താണ് ഏട്രിയൽ നേട്രി യൂററ്റിക് ഫാക്ടർ. അപ്പോൾ ഈ ANF ചെന്നിട്ട് നമ്മുടെ ഗ്ലോമറൂലസ് ചെല്ലും, എന്നിട്ട് പറയും മതി രണ്ടുപേരും കൂടി, അതായത് നമ്മുടെ ആൻജിയോടെൻസിൻ 2ഉം അഡ്രീനൽ കോർട്ടെക്സ് ആൾഡോസ്റ്റിറോണും കൂടി അവരെ എക്സ്ക്യൂസ് ചെയ്ത് വെക്കുക. മതി പ്രഷറൊക്കെ കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യും. അതായത് ആ ബ്ലഡ് വെസൽ, ചുരുങ്ങിയിരിക്കുന്ന ബ്ലഡ് വെസലിനെ വീണ്ടും വികസിപ്പിച്ചെടുക്കും. വികസിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, ബ്ലഡ് ഫ്ലോ നോർമലായിട്ട് വരും അല്ലേ. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. ഓക്കെ, ഇങ്ങനെയാണത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിനെ നമ്മൾ റാസ് എന്ന് വിളിക്കും. സിമ്പിളായിട്ട് നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറയാം, അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയാം. അതല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം എന്നും പറയും. അപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആരാണ്, ANF ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ANF ആക്ട്സ് ആസ് എ ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, വൈ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ. അതല്ലേ ചോദിക്കാം, ഏതാണ് നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചാൽ ആരെഴുതണം, ANFനെ കുറിച്ച് എഴുതണം. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളോട് ഞാനൊരു ചെറിയ ഫേവർ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരാൾക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പലപ്പോഴും ഞാൻ റിസീവ് ചെയ്യുന്ന കമൻ്റ് എന്ന് പറയുന്നത് മാമിൻ്റെ വീഡിയോസ് വളരെ യൂസ്ഫുൾ ആണ്, നല്ലതാണ്, പക്ഷേ ഇത് അണ്ടർ റേറ്റഡ് ആണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. മറ്റു രീതിയിൽ നിന്നും എൻ്റെ വീഡിയോ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപരമാകാൻ വേണ്ടിയിട്ട് അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അതെനിക്കും വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.